വിഷമുള്ള എന്നാണ് അപ്പം തന്നെ കണ്ടുകൊണ്ട് മുത്തപ്പൻ കാത്തു. അതെങ്ങനെ പെണ്ണുങ്ങളുടെ കുളിയാണ് ഒളിഞ്ഞു നിന്നല്ലേ? ഏയ് താനെ തെറ്റിദ്ധരിച്ചാണ്. ആക്ച്വലി ആമ ഫോട്ടോഗ്രാഫർ. ഐ മീൻ ഈ കാട്ടിലെ മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട്. കമാറ ഞാൻ കണ്ടിട്ടുണ്ട് സായിപ്പിൻ്റെ അടുത്തുനിന്ന്. സായിപ്പോ? സ്റ്റീഫനോ? അല്ല, അവൻ്റെ ചത്തുപോയ അപ്പൻ സായിപ്പിൻ്റെ അടുത്തുനിന്ന്. ഇത് കാലിടാനുള്ളതല്ലേ? അത് ഞാൻ ഈ വെള്ളത്തിലിറങ്ങിയപ്പോൾ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കാടിറങ്ങുന്ന വഴി വരുന്ന കൊണ്ട് എത്തിച്ചാൽ മതി. ഏയ് എന്താ കാണിക്കുന്നത്? ഇപ്പം നടക്കാനൊന്നും കഴിയില്ല, ഇരുട്ടി വെളുക്കണം വിഷം ഇറങ്ങണമെങ്കിൽ. ഇവിടെ നരിയും പിടിച്ചോ? ചാടിത്തുള്ളിയുള്ള പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു. ഹലോ. ആ കുറുപ്പേട്ടാ, ബിനുവാണ്. അങ്ങേര് ഇതുവരെ വന്നിട്ടില്ല. ആ സ്റ്റീഫൻ സാർ എന്തിയേ? സ്റ്റീഫൻ കുഞ്ഞ് എസ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടില്ല. എടാ നീ കുറച്ചു നേരം കൂടെ നോക്ക്. പൊന്നു കുറുപ്പേട്ടാ, നേരെ ഇരുട്ടി തുടങ്ങി. ഇനിയും ഞാൻ നിന്ന എൻ്റെ ഭാര്യ പറയുമ്പോൾ അച്ഛനെ ചുമരിൽ ഫോട്ടോ ആയിട്ട് കാണിക്കേണ്ടി. എടാ അങ്ങനെ പറഞ്ഞാ എങ്ങനാ? ഇതുവരെ ഞാൻ നിന്നു. ഇനിയിപ്പോൾ ഞാൻ നേരം വെളുക്കുമ്പോൾ ഒന്ന് നോക്കിക്കോളാം. രണ്ടുപേരെയും കാടിന് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ശരി, കാലത്ത് വന്നോളാം. എടാ നീ ഒന്നുകൂടെ. ഹലോ. ഏയ് ഉറങ്ങരുത്, വിഷമിറങ്ങില്ല. പനി വിടുന്നില്ലല്ലോ മുത്തപ്പ. ഇങ്ങനെ പനിച്ചാ തണവിൽ ഉയരു പോവല്ലോ.
ഇനി പേടിക്കാനൊന്നുമില്ല. കഴിച്ചൊന്നുറങ്ങിയാൽ ശരിയായിക്കോ. കനി പേരൊക്കെ കൊള്ളാം. തനിക്ക് ഈ വീടും കൂടി ഒന്നുമില്ലേ? അതോ മൗഗ്ലിയൊക്കെ കണക്ക് കാട്ടിൽ തന്നെയാണോ? മൗഗ്ലിയോ? അതാരാ? അടിപൊളി. അത് നോർത്തിലൊരു കാട്ടി വെച്ച് പരിചയപ്പെട്ടൊരു ചങ്ങായിയാണ്. ഓ, വീടൊക്കെ ഉണ്ട് ഊരിൽ. പക്ഷേ അടുത്ത പൗർണമി കഴിഞ്ഞേ പോകാൻ പറ്റൂ. അതെന്താ? ഊരിലൊക്കാ. മൊത്തത്തിലൊരു റിബൽ ലൈഫാണല്ലേ? എന്താ? എന്തിനാ ഊരി വിലക്കെന്ന് പറ, കേക്കട്ടെ. അങ്ങനെ ഇപ്പം കേൾക്കണ്ട. നിങ്ങളുടെ വണ്ടി എവിടെ വരും? വഴിയുടെ അപ്പുറത്ത്. താൻ ചുമ്മാ പറയടോ, കേക്കട്ടെ. മുത്തപ്പൻ്റെ കന്യകാപൂജ മുടക്കിയതിന്. ഈ മുത്തപ്പനെ വിശ്വാസമില്ലാത്ത പാർട്ടിയാണോ ഇന്നലെ രാത്രി മുഴുവൻ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? മുത്തപ്പൻ്റെ വിശ്വാസമാണ്, പക്ഷെ അത് മുതലെടുക്കുന്നവരോടില്ല. അതുപോട്ടെ, നിങ്ങൾ എന്തിനാ അവിടെ വന്നേ? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കാൻ വന്നാണെന്ന്. അത് എന്തിൻ്റെയാണെന്നാ ചോദിച്ചത്? കൊളംബിയൻ വുഡ്പെക്കർ എന്നും പറഞ്ഞൊരു കൊളംബിയക്കാരൻ മരം കൊത്തി ഈ കാട്ടിൽ എവിടെയോ കൂടുകൂടിയിട്ടുണ്ട്. അതിനൊന്ന് തപ്പിയെടുക്കണം, 2 പടം പിടിക്കണം. കൊളംബ എന്തോന്ന്? കൊളംബിയൻ വുഡ്പെക്കർ. ഇത് കാണാൻ എങ്ങനെ ഇരിക്കും? ഓഫായിപ്പോയി. അടുത്ത തവണ കാണുമ്പോൾ കാണിച്ചു തരാം. ഇനി എന്തിനാ കാണുന്നേ? അപ്പോൾ ഇനി നമ്മൾ കാണില്ലേ? എന്നെ എന്തിനാ താൻ കാണുന്നേ? തൻ്റെ വഴിയായി, പൊക്കോ പൊക്കോ. ടേസ്റ്റ് പിടിച്ചില്ല. ഇത് എവിടായിരുന്നു സാറേ? ഞാനിന്നലെ എത്ര നേരം ഇവിടെ നോക്കിയെന്നറിയോ? കാലൊരു കമ്പേ തട്ടി മുറിഞ്ഞു. അതാ പിന്നെ കാട്ടിൽ തന്നെ കൂടി. അതാ ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് കാട് കയറണ്ടെന്ന്. എന്നാൽ നമുക്ക് വിട്ടാലോ, ഒന്ന് കിടക്കണം. ആ പിന്നെ കയറിക്കും. എന്താ സാറേ? ഒന്നുമില്ല. കയറിക്കോ. കുറിപ്പേട്ടോയ്, ഒരു പൊട്ടും പൊടിയില്ലാതെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സാറിനോടൊന്ന് വിളിച്ച് പറഞ്ഞേക്കേട്ടാ. ഇതെവിടെയായിരുന്നു സാറേ? പുള്ളിക്കാരൊന്ന് വീണതാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒന്നും പറ്റിയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സാറ് പോയി കിടന്നു. ഞാൻ സ്റ്റീഫൻ കുഞ്ഞിനോട് വിളിച്ച് പറഞ്ഞേക്കാം. എന്താടാ പറ്റിയത്? ഇത്രയല്ലേ പറ്റുള്ളൂ, അത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ പോവാം, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഓ, ഞാൻ കൊണ്ട് എത്തിച്ചു എന്ന് സാറിനെ വിളിച്ച് പറഞ്ഞേ. ഒന്ന് പോയടാ ചേട്ടാ.
എന്തുറക്കായത്? കണ്ണു മിഴിച്ചിരിക്കാണ്ട് പോയി കുളിക്കാൻ നോക്ക്. ആ സ്റ്റീഫനോ? താനെപ്പോ വന്നു? ഞാൻ വൈകിട്ട് എത്തിയതേ ഉള്ളൂ. ഒരു ദിവസം കാട്ടിക്കൂടിയല്ലേ. ആ അയ്യപ്പന് പനി മാറിയിട്ടില്ല. അതെങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. കുറേ കാട്ടുവൈദ്യം കോപ്പം പറഞ്ഞിരിക്കുന്നു. അതെന്താ? ആ അതോ, കാട്ടി വെച്ചൊരു കമ്പൗണ്ട് മുറിഞ്ഞപ്പോൾ അവിടെ കിട്ടിയൊരു തുണിയെടുത്ത് കിട്ടിയതാ. എന്നാ ശരി, കഴിക്കാനാകുമ്പോൾ അങ്ങോട്ട് വന്നുവെച്ചാൽ മതി. ആ ശരി, ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നേക്കാം. സാറിത് വിടാൻ പ്ലാനില്ലല്ലോ? അങ്ങനെ വിടാൻ പറ്റുമോ? എന്തൊരു ത്രില്ല്. ത്രില്ല് തോന്നിയിട്ട് ഇനി ഇന്നും കാട്ടിൽ തന്നെ കൂടാനാണെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണം. എനിക്ക് നേരത്തെ വീട് വെക്കാം. താനാദ്യം നേരെ നോക്കി വണ്ടി ഓടിക്കും, പിന്നെ നമ്മൾ രണ്ടിനും കെട്ടി ഒളിച്ച് കൊണ്ടുകൊണ്ട് വരും. ഞാനൊരു തമാശ പറഞ്ഞതാണ് സാറേ. ആ ഞാനും അതെ. അല്ല സാറേ, ഇത് എടുക്കുന്നില്ലേ? ആ പോവാം. പോവാം. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ചെറിയൊരു തലവേദന പോലെ. നമുക്ക് പോവാം. ആ ശരി സാറേ. കുറുപ്പേട്ടാ, എനിക്ക് രാത്രി കഴിക്കണമെന്ന് വേണ്ട, ചെറിയൊരു തലവേദന പോലെ. എന്ത് പറ്റി സാറേ? മരുന്ന് വല്ലതും വേണോ? ഏയ് വേണ്ട വേണ്ട വേണേ പോയി വാങ്ങിക്കാം. വേണ്ട, റെസ്റ്റ് എടുത്ത് മാറിക്കോളൂ.